ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ടെൻറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ളൊരു ടെൻറ്റാണ്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാം കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് ഒരു ചലഞ്ചാണ്. ഇപ്പോൾ 24 hours സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനത് വൈകിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാട്ടോ. അപ്പോൾ 24 hours വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇടാട്ടോ. അപ്പോൾ എന്തായാലും വെറും 1 മണിക്കൂറാണ് ഞാനത് സ്പെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. 1 മണിക്കൂർ തന്നെ എനിക്ക് പറ്റുമെന്ന് അറിയില്ല. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ടെൻറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ 2 പില്ലോസ് വെച്ചിട്ടുണ്ട്. ഇത് ഡോറിൻ്റെ സൈഡാട്ടോ. അപ്പോൾ ഡോറിൻ്റെ സൈഡിൽ എന്താ പില്ലോസ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് ഭയങ്കര കുറവാണ് ഈ ഒരു ടെൻറ്റിനുള്ളിൽ. അപ്പോൾ അതുകൊണ്ട് ഈ പില്ലോസ് വെക്കുകയാണെങ്കിൽ ഇച്ചിരി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇച്ചിരി സ്പേസ് കിട്ടും. ആൻഡ് അതുകൊണ്ട് പില്ലോസ് വെച്ചതാണ്. ആൻഡ് ഈ പില്ലോയിൽ ഒരെണ്ണെടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഡോർ കാണാനായിട്ട് പറ്റും. ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ റൂം കാണാനായിട്ട് പറ്റും. ആൻഡ് അതാണ് കേട്ടോ ഡോറ്. പിന്നെ ഞാൻ ലൈറ്റിന് വേണ്ടിയിട്ട് അവിടെ ലാമ്പാണ് വെച്ചിട്ടുള്ളത്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലാമ്പ്. പിന്നെ എനിക്ക് ജേർണലിങ് ചെയ്യാനുള്ള സ്കെച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈ പാറ്റേൺ പേപ്പേഴ്സ്, അതുപോലെ നമ്മുടെ ഈ എന്താ പറയുക സ്റ്റിക്കേഴ്സ്, അതൊക്കെ ഞാൻ ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. വാഷി ടേപ്സ്, പശ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ കേട്ടോ, അതും ഞാനവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ വലിയ ഓർഡറായിട്ടൊന്നുമല്ല വെച്ചിരിക്കുന്നത്. സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നിരത്തിയിട്ടൊക്കെയാണെങ്കിലും ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ആൻഡ് സൈഡായിട്ട് ഞാൻ ജസ്റ്റ് എനിക്ക് ജേർണൽ ചെയ്യാനുള്ള ഡയറിയും, പിന്നെ അതിൻ്റെ താഴായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സോഫ്റ്റ് ടോയ് വെച്ചിട്ടുണ്ട്, ഒരു ഫിഷിൻ്റെ. അത് ശരിക്കും ഇച്ചിരി സ്പേസ് കിട്ടാനും ആൻഡ് ക്യൂട്ടിനും വേണ്ടിയിട്ട് വെച്ചതാട്ടോ. നല്ല രസമല്ലേ അത് കാണാനായിട്ട്. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ വിൻഡോ കാണാനായിട്ട് പറ്റും. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് തുറക്കാത്തത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോറേജ് ആയിട്ട് വെക്കാൻ പറ്റും എന്തെങ്കിലുമൊക്കെ. പിന്നെ നമുക്ക് ഈ സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ലാമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അണഞ്ഞു പോകാറുണ്ട് കേട്ടോ, അത് കുറച്ച് പ്രോബ്ലമാണ്. ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ജേർണൽ ചെയ്യേണ്ട ഫയല്, അതിനകത്താണ് എല്ലാം സാധനം. പിന്നെ എനിക്ക് കഴിക്കാനുള്ള മാംഗോ ആണ് കേട്ടോ. അത്രയും ഞാനവിടെ വെച്ചിട്ടുള്ളൂ. ഇതാണ് എൻ്റെ ടെൻറ്റിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കേട്ടോ. ഏകദേശം എന്താ ഇങ്ങനെയാണ് കേട്ടോ. വലിയ സ്പേസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഇരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ടെൻറ്റിൽ വന്നിട്ട് ഞാൻ ആദ്യമേ തന്നെ കരിപ്പായിരുന്നു അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് വിചാരിച്ചു അത് കഴിക്കാൻ. നല്ല പഴുത്ത നല്ല മൂവാണ്ടൻ മാങ്ങയായിരുന്നു ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കിടക്കാം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു കുറച്ച് നേരം ജേർണൽ ചെയ്യാമെന്ന്. പക്ഷേ സമയം പോകണ്ടേ, എനിക്കെപ്പോഴും ജേർണൽ ചെയ്യുമ്പോഴാട്ടോ സമയം പോലെ. അതുകൊണ്ട് ഇവിടെ ഫാൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വീശുമായിരുന്നു. കുറച്ച് നേരം വീശിയിരുന്നിട്ട് പിന്നെ ജേർണൽ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ടൈം പോകുമല്ലോ. അപ്പോൾ ഇതാ ഞാൻ ജേർണൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഒരു പേപ്പറൊക്കെ എടുത്ത് എൻ്റെ രീതിയിൽ ഞാൻ ജേർണൽ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഗൈസ്, അങ്ങനെ ജേർണലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനുള്ളിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമാണ്. 1 hour തികഞ്ഞിട്ടുണ്ട് കേട്ടോ. 6:30 ആയിട്ടുണ്ട്. നമ്മൾ 5:30 ഇതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഉരുകി ചത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ആവി എടുക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയെങ്കിലും ഇതൊന്ന് പുറത്തിറങ്ങാം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഫസ്റ്റ് നമുക്ക് ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മുടെ ടെൻറ്റ്. ഇതിങ്ങനെ തുറക്കുക, ഉള്ളിൽ കാണിച്ചു തരാം. ഉള്ളിതാ ഇങ്ങനെയാണുള്ളത്. ഏകദേശം ഞാൻ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. ടെൻറ്റ് ഭയങ്കര എളുപ്പം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.